ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളി തക്കാളിയൊക്കെ റെഡിയാക്കി ഞാൻ അത് ചിക്കൻ കറിയൊക്കെ ഏകദേശം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ രാവിലെ ചപ്പാത്തിയും ചിക്കനൊക്കെ കൂടി കഴിച്ചു. അതിന് ശേഷം എന്താ പറയുക, നമ്മൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ പായസം കഴിക്കാൻ ഒരു കൊതി. അപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഏട്ടനാട്ടോ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പായസമൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടോ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചൂടോടെ ഇങ്ങനെ പായസം കുടിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓണത്തിന് നമുക്ക് കുറേ ദിവസം അടുപ്പിച്ച് പായസമൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പായസം കുടിക്കാനൊരു ആഗ്രഹം കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഓണത്തിന് നമുക്ക് സേമിയ പായസം കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ പാലടയും അതുപോലെ തന്നെ അടപ്രഥമനും പിന്നെ പരിപ്പ് പായസമൊക്കെ ആയിരുന്നു കൂടുതലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു സേമിയ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് സേമിയൊക്കെ ഉണ്ടാക്കി. ആദ്യക്കുട്ടിക്കും അതുപോലെ തന്നെ പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം പായസമൊക്കെ വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇന്ന് നമ്മൾ നെയ്ച്ചോറ് മേടിക്കാമെന്ന് വിചാരിച്ചു. നെയ്ച്ചോറ് മേടിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊരു ബിരിയാണിയും ദം ബിരിയാണിയാണ്, ഒരു ദം ബിരിയാണിയും പിന്നെ ഒരു റൈസുമാണ് കേട്ടോ വാങ്ങിച്ചത്. നമുക്ക് ടോട്ടൽ ഇതിന് വേണ്ടിയിട്ട് 150 റുപ്പീസ് ആയിട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ റൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുന്തിരിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ബേസൺ കംപ്ലീറ്റ് കിട്ടിയിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. അവിടുത്തെ നെയ്ച്ചോറ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ നെയ്ച്ചോറ് മേടിക്കാറുണ്ട്. അപ്പോൾ പോയപ്പോൾ നമുക്ക് ദം ബിരിയാണിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. ഞാനും മാതുക്കുട്ടി ഏട്ടനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. പായസമൊക്കെ കൂട്ടിക്കുഴച്ച് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് തട്ടി. അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ ആദ്യക്കുട്ടീനെയും കൊണ്ട് പാർക്കിലേക്ക് പോയി കേട്ടോ. ഇവിടെ കോട്ടക്കുന്ന് തന്നെ, മലപ്പുറത്ത് കോട്ടക്കുന്ന് പാർക്കുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് കളിക്കാനും ഒക്കെ നല്ല രസമാണ് അവിടെ പോയി വെച്ചാട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ആദ്യക്കുട്ടീനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് പ്രത്യേക സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളത് രണ്ടാമത്തെ തവണയാട്ടോ അങ്ങോട്ട് പോകണേ. ആദ്യം ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആദ്യക്കുട്ടീനെയും കൊണ്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദ്യക്കുട്ടിക്ക് ചെറുതായിട്ടൊരു അസ്വസ്ഥത തുടങ്ങി കേട്ടോ. അവന് ജലദോഷം പോലെയോ അത്ര നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ മൂഡൊക്കെ പോയി. എന്നാലും അവൻ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ആദ്യക്കുട്ടി കുറേ നേരം കളിച്ചു. അതിനുശേഷം പിന്നെ ഒരു ചെറിയ ജലദോഷം പോലെയൊക്കെ തോന്നിയപ്പോൾ നമുക്ക് വേഗം പോകാമെന്നായി കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. അതുകൊണ്ട് സന്തോഷമായി കേട്ടോ. ഇതിലൊന്നും മുന്നിരുന്നിട്ടുണ്ടായിരുന്നില്ല. മുന്നിരിക്കാത്തതിലൊക്കെ അവൻ കുറേ ഇരുന്ന് കളിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.